ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആസ്പിരൻസ് കാത്തിരിക്കുന്ന ഒരു ഡ്രീം ജോബ് തന്നെയാണ് മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കാം? സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നീറ്റ് എക്സാം തന്നെയാണ്. നീറ്റ് ക്വാളിഫൈഡ് ആകുന്ന ആൾക്കാർക്ക് മാത്രമാണ് മിലിറ്ററി നഴ്സിംഗിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുക. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നീറ്റാണ്. നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് മിലിറ്ററി നഴ്സിംഗിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് എന്നല്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറ്റിയ ഏറ്റവും വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യം മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പൊ 2026 മിലിറ്ററി നഴ്സിംഗ് കൊടുക്കാൻ പോകുന്ന കുട്ടികൾ 2026 നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി അടുത്ത വർഷമാണെങ്കിൽ 2027 നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ നമുക്ക് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിലൂടെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നീറ്റിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷന് ശേഷം നടക്കുന്നത് സ്ക്രീനിങ് പ്രോസസ്സാണ്. നമ്മൾ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ AFMCയിലെ MBBSനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്. നടക്കുന്നത് ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലാണ്. സോ നമ്മൾ ഈ സ്ക്രീനിങ് പ്രോസസ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഇനി എന്താണ് ഈ സ്ക്രീനിങ് പ്രോസസ്സിലുള്ളത്? നീറ്റ് സ്കോർ വെച്ചിട്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ സ്ക്രീനിങ് പ്രോസസ്സ് നടക്കുക. അവിടെ ആദ്യം ഉണ്ടായിരിക്കുക ഒരു എക്സാമിനേഷൻ. ഇത് എന്തിൻ്റെ എക്സാമിനേഷൻ ആണെന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ഫോർ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ആയിരിക്കും ആദ്യത്തെ നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടെസ്റ്റിന് ശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഡൽഹിയിലെ ബേസ് ഹോസ്പിറ്റലായിരിക്കും നടക്കുക. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ AFMCക്ക് പറഞ്ഞ അതേ ഒരു പാറ്റേൺ അവിടെയും ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്, ടോളറൻറ്റ് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ ഇവിടെയും ടെസ്റ്റ് ഫോർ ഇംഗ്ലീഷും ടെസ്റ്റ് ഫോർ ഇൻ്റലിജൻസും ഉണ്ട്. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് നടക്കും, മെഡിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും, ഇന്റർവ്യൂ പ്രോസസ്സ് നടക്കും. ഇതിൻ്റെ എല്ലാം ബേസിലായിരിക്കും ഫൈനൽ ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മികച്ച സ്കോർ തന്നെ നേടേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നത് അവർ പറയുന്നുണ്ട് കറണ്ട് അഫെയർസും നിങ്ങൾ ജനറൽ നോളജും ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിലുപരി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അസസ്മെന്റ് തന്നെയാണ്. നമ്മൾ പറയുന്ന ഓരോ ആൻസേഴ്സിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇൻ്റർവ്യൂവിൽ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. അതിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ മിലിറ്ററി നഴ്സിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മൾ ഈ വർഷത്തെ നീറ്റ് റിപ്പീറ്ററിനോടൊപ്പം തന്നെ മിലിറ്ററി നഴ്സിംഗും AFMCയിലേക്കുള്ള ട്രെയിനിങ്ങിൻ്റെയൊക്കെ സ്പെഷ്യൽ ബാച്ചസ്, ഓൺഗോയിങ് ബാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മക്കൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നീറ്റ് റിപ്പീറ്റർ ബാച്ച് തന്നെയാണ് നടത്തുക. നീറ്റിന് ശേഷം ഈ സ്പെഷ്യൽ എൻട്രൻസുകളിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു കോഴ്സുകളും നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും. അപ്പം ആദ്യം നീറ്റ് നല്ല മാർക്കോട് കൂടിയിട്ട് നല്ല ഇവരുടെ കട്ട് ഓഫ് ക്രോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ്, പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. നീറ്റ് എക്സാമിന് ശേഷം സ്പെഷ്യൽ എൻട്രൻസുകൾക്കും ഇൻ്റർവ്യൂസിനും വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കും. അപ്പോൾ AFMCയുടെ ബാച്ചും മിലിറ്ററി നഴ്സിംഗിൻ്റെ ബാച്ചും നമ്മൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. മിലിറ്ററി നഴ്സിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ AFMCയിലേക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് MBBSന് വേണ്ടി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒരു വളരെ വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അത് AFMC ആണെങ്കിലും മിലിറ്ററി നഴ്സിംഗ് ആണെങ്കിലും. അപ്പോൾ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ നീറ്റ് സ്കോർ, ദെൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിനും ജനറൽ ഇൻ്റലിജൻസിനും കിട്ടുന്ന സ്കോർ, നിങ്ങളുടെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ ബേസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് അവർ നോക്കും, ഇൻ്റർവ്യൂ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കും. ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്നാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുക എന്ന് ചോദിച്ചാൽ നീറ്റ് റിസൾട്ട് വന്നാലുടൻ എന്നാണ് ഡേറ്റ് എന്നുള്ളത്, ഡേറ്റിൻ്റെ കമൻസ്മെൻറ്റ് വരും.
അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കാം. എന്തായാലും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കുക, അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുക. ഇത്തവണ റീനീറ്റ് നടന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വരുന്നുണ്ട്, റിസൾട്ടൊക്കെ ഡിലേ ആണ്. അപ്പോൾ അതിനുശേഷം റിസൾട്ടിന് ശേഷമായിരിക്കും മിലിറ്ററി നഴ്സിംഗിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.